ചെമ്പനീർ പൂവിന്റെ നാളത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ ബംഗ്ലാവില് പ്രേതം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആനന്ദ് ഒരു മന്ത്രവാദിയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ആ മന്ത്രവാദി ഇങ്ങനെ എല്ലാ വെള്ളമൊക്കെ ഓരോരുത്തരുടെ ദേഹത്ത് തളിച്ച് എല്ലാവരെയും സൂക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, ഇവിടെ പ്രേതം ഉണ്ടോ സ്വാമി എന്ന് ചോദിക്കുമ്പോഴേക്കും ആ സ്വാമി പറയുന്നുണ്ട്, അത് ഇനിയാണ് അറിയാൻ പറ്റുന്നത്. നിങ്ങൾ ഈ ഹോളില് എല്ലാ ലൈറ്റും ഇട്ട് വെക്ക്. കുറച്ചു നേരം കഴിയുമ്പോൾ ഈ എല്ലാ ലൈറ്റും ഓഫായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിളക്ക് മാത്രമാണ് കത്തുന്നതെങ്കിൽ ഈ വീട്ടിലെ പ്രേതം ഉണ്ടെന്നാണ് അർത്ഥം എന്ന് ഈ മന്ത്രവാദി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പേടിയാവുന്നുണ്ട്. സച്ചി ഭയങ്കര കൂളായിട്ടിരിക്കുവാണ്. കാരണം സച്ചിക്ക് ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഇയാൾ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് കൂട്ടാൻ വേണ്ടി വന്നിരിക്കുന്നതാന്ന് തോന്നുന്നു. കണ്ടില്ലേ, വീട്ടിലെ എല്ലാ ലൈറ്റും ഇട്ട് വെക്കാനൊക്കെ പറഞ്ഞിരിക്കുന്നത് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ കുറച്ച് നേരം ഒന്നും മിണ്ടാണ്ടിരിക്കുമെന്ന് പറയുവാണ്. അപ്പോൾ മന്ത്രവാദി പറയും, എല്ലാവരും നല്ല വിശ്വാസത്തോടു കൂടി ഈ വിളക്കിന് ചുറ്റും വന്ന് നിൽക്കുവാന്ന് പറയുവാണ്. അങ്ങനെ എല്ലാവരും വിളക്കിന് ചുറ്റും വന്ന് നിൽക്കുമ്പോൾ കണ്ണും പൂട്ടി പ്രാർത്ഥിക്കാൻ പറയുവേ. അപ്പോൾ എല്ലാവരും ഭയങ്കര പേടിച്ച് കണ്ണും പൂട്ടി നിന്നിങ്ങനെ പ്രാർത്ഥിക്കുവാണ്. എല്ലാ ലൈറ്റും മന്ത്രവാദി പറഞ്ഞതുപോലെ ഇട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ സച്ചിയും ആദ്യം കണ്ണുപൂട്ടി നിൽക്കുവേ. കുറച്ചു നേരം കഴിയുമ്പോൾ സച്ചി ഇങ്ങനെ പയ്യെ കണ്ണു തുറന്ന് നോക്കുമ്പോഴേക്കും എല്ലാവരും പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണും പൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോൾ സച്ചി എന്തെന്ന് വെച്ചാൽ അവിടെ നിന്നും പയ്യെ മാറുവാണ്. പിന്നെ കാണിക്കുന്നത് വീട്ടിലെ എല്ലാ ലൈറ്റും ഇങ്ങനെ മിന്നി മിന്നി കളിക്കുവാണ് കേട്ടോ. സൗണ്ട് പലതരത്തിലുള്ള സൗണ്ടൊക്കെ കേൾക്കുമ്പോഴേക്കും എല്ലാവരും പയ്യെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ ലൈറ്റൊക്കെ മിന്നിത്തെളിഞ്ഞ് കളിക്കുന്നതാണ് കാണുന്നത്. മന്ത്രവാദിയാണെങ്കിൽ കണ്ണുപൂട്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ്. എല്ലാവരും ഇങ്ങനെ പേടിച്ച് വിറക്കുവാണ്. കാരണം ലൈറ്റൊക്കെ ഓഫ് ആവുന്നുമുണ്ട്, മന്ത്രവാദിയുടെ കയ്യിലുള്ള ലൈറ്റ് മാത്രം കത്തി നിൽക്കുന്നുമുണ്ട്. അപ്പോൾ രേവതിയൊക്കെ പറയുന്നുണ്ട്, അച്ഛ ഈ വീട്ടിൽ പ്രേതമുണ്ട് ഉറപ്പായി, കണ്ടില്ലേ ആ ലൈറ്റ് മാത്രം അണഞ്ഞിട്ടില്ല, ബാക്കി എല്ലാ ലൈറ്റും അണഞ്ഞു എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട് മേടിച്ച ആൾക്ക് തന്നെ ഇത് തിരിച്ചു കൊടുത്ത് നമ്മുടെ അഡ്വാൻസ് തുക തിരിച്ചു മേടിക്കാം. ഈ പ്രേതബാധയുള്ള വീടൊന്നും നമുക്ക് വേണ്ട എന്ന് ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ സച്ചി പുറത്തുള്ള ജനാലയിൽ നിന്നും ശൂശു വിളിച്ചിട്ട് എല്ലാവരെയും അങ്ങോട്ട് നോക്കിപ്പിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേടാ അപ്പോഴേ ഈ വീട്ടിൽ പ്രേതബാധ ഉണ്ടാവുമെന്ന്. അയാളുടെ ഓട്ടവും വാടകക്കാരിൽ കയറിയുള്ള പോക്കും കണ്ടപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഈ വീട് ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ചിട്ട് അയാൾ ഓടുവാണെന്ന്. ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്കും ഒന്നുകൂടെ പേടിയാവുകയാണ്. ശ്രുതി ആനന്ദിനോട് ചോദിക്കുന്നുണ്ട്, ആനന്ദേ പ്രേതബാധയുള്ള വീടാണെന്ന് എന്നോടൊരു വാക്ക് പറയായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, ഒന്ന് പോടാ, എനിക്ക് തന്നെ അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലാവുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി സ്വാമിയോട് ചോദിക്കുന്നുണ്ട്, സ്വാമി പറഞ്ഞതുപോലെയൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി, ഇനി ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്വാമി എന്ന് ചോദിക്കുമ്പോഴേക്കും സ്വാമി അപ്പോഴിങ്ങനെ കണ്ണും പൂട്ടി തന്നെ നിൽക്കുവാണ്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ ഇനി എന്താ ചെയ്യണ്ടേന്ന് അയാളോട് ചോദിച്ചിട്ട് കാര്യമില്ല, നീ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ മെയിൻ സ്വിച്ച് ആരും ഓഫ് ആക്കാതെ നോക്കണമായിരുന്നു. നിക്ക്, ആ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയത് ഞാൻ അത് പോയി ഓൺ ചെയ്തിട്ട് വരാം, അപ്പോൾ ഈ വീട്ടിലെ ലൈറ്റൊക്കെ താനെ കത്തിക്കോളും, നീ പേടിക്കണ്ട എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ഇതൊക്കെ സച്ചിയുടെ കളികളാണെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയാണ്. കാരണം ഒരു പ്രേതവും ഇല്ലെന്ന് എല്ലാവർക്കും ഉറപ്പായി. സച്ചി ലൈറ്റൊക്കെ ഇട്ട് അകത്തോട്ട് കയറി വരുമ്പോഴേക്കും ശ്രുതി ചീത്ത പറയുന്നുണ്ട്, എന്താടാ സച്ചി നീ കളിക്കുവാണോ, ഞാൻ ഈ ബംഗ്ലാവ് മേടിച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ, അതല്ലേ നീ ഇങ്ങനെ ഓരോന്നൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എടാ ശ്രുതി എനിക്കിങ്ങനെ പ്രേതത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, ലൈറ്റ് ഓഫായി പോയാൽ പ്രേതം ഉണ്ടാവും, ഇതൊക്കെ എന്താടാ, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സച്ചി ഇതൊക്കെ എല്ലാ വീട്ടിലും ചെയ്യുന്നതാ, ഒരു വീട് മേടിക്കുമ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാവരും നോക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും ആ സ്വാമി പറയുന്നുണ്ട്, നിങ്ങളാരും പേടിക്കണ്ട, ഈ വീട്ടിൽ പ്രേതമില്ല എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും സമാധാനമാവുകയാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, പ്രേതമില്ലെങ്കിലും എനിക്കൊരു സംശയമുണ്ട് പ്രേതത്തെ പറ്റി എന്ന് പറയുമ്പോൾ സ്വാമി പറയും, ആ ശരി ചോദിച്ചോ എന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുവാണേ, ഈ പ്രേതം ആരെയൊക്കെയാണ് ഉപദ്രവിക്കുന്നത്, ഈ കള്ളങ്ങൾ പറയുന്നവരെ പ്രേതം എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോഴേക്കും ആ മന്ത്രവാദി പറയുന്നുണ്ട്, കള്ളങ്ങൾ പറയുന്നത് പ്രേതങ്ങൾക്ക് ഇഷ്ടമല്ല, കള്ളങ്ങൾ പറയുന്നവരുടെ മേത്ത് കയറി ഈ പ്രേതങ്ങൾ താണ്ഡവാടൂ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി ഇങ്ങനെ ശ്രുതിയെ നോക്കുന്നുണ്ട്. ശ്രുതിക്ക് അപ്പോൾ ഒരു ചെറിയ പേടിയാവുകയാണ്. അപ്പോൾ സച്ചി പറയും, കേട്ടില്ലേ കള്ളം പറയുന്നവർ പ്രത്യേകം സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി മോളിലോട്ട് കയറിപ്പോകാൻ പോകുമ്പോഴേക്കും ആനന്ദ് പറയുന്നുണ്ട്, ശ്രുതി സ്വാമി മന്ത്രവാദിയുടെ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി എത്ര രൂപയാണെന്ന് ചോദിക്കുവാണേ. 13,000 രൂപയാണ് തൻ്റെ ചാർജ് എന്ന് പറയുമ്പോഴേക്കും സച്ചി ഓടി വരുന്നുണ്ട്, എന്ത് 13,000 രൂപയോ, ഒരു ലൈറ്റ് കത്തുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി 13,000 രൂപ, ഇത് കൂടുതലാന്ന് പറയുമ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, സ്വാമി ഇവിടെ പ്രേതമൊന്നും ഇല്ലെന്ന് മനസ്സിലായില്ലേ, അപ്പോൾ പിന്നെ എമൗണ്ട് കുറച്ചുകൂടെ എന്ന് പറയുമ്പോഴേക്കും മന്ത്രവാദിക്ക് ദേഷ്യം വരുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് അസുഖം ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറവ് കാശാണോ മേടിക്കുന്നതെന്ന് ചോദിക്കുവാണേ. മന്ത്രവാദിയുടെ ഈ മറുപടി കേട്ട് സച്ചിയൊക്കെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്നാലും കുറച്ചെന്തെങ്കിലും ഒരു എമൗണ്ട് കുറച്ച് തരാമോ എന്ന് ചോദിക്കുമ്പോഴേക്കും മന്ത്രവാദി പറയുന്നുണ്ട്, പ്രേതം
ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഈ പൈസ കുറച്ച് തരാൻ പറയുന്നത്. ഇപ്പോൾ തന്നെ ഞാനിവിടെ ഒരു പ്രേതത്തെ വിളിച്ചു വരുത്തി ഇന്ന് രാത്രി മുഴുവൻ ഇവിടെ താമസിപ്പിച്ചിട്ട് നാളെ വന്ന് ഞാൻ അതിനെ ഒഴിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ എനിക്ക് ഫുൾ പേയ്മെൻറ്റ് തരുമല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും സുധി പേടിക്കുവാണേ. അയ്യോ വേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ പൈസ സെൻഡ് ചെയ്ത് തരാമെന്ന് പറയുവാണ്. പൈസ പോയ വിഷമത്തിൽ, അതും വെറുതെ പോയ വിഷമത്തിൽ ശ്രുതിയും സുധിയും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചി രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, അച്ഛാ 1 മണിയാവാറായല്ലോ, ആർക്കും വിശക്കുന്നൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര രേവതിയോട് പറയുന്നുണ്ട്, രേവതി അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടാക്കിയെന്ന് പറയുവാണ്. അപ്പോൾ ഇതിനുള്ള മറുപടി വർഷയാണ് കൊടുക്കുന്നത്. ആൻറ്റി, രേവതി ചേച്ചി എന്തിനാ ഉണ്ടാക്കുന്നത്, ഇത് ഞങ്ങളുടെ വീടല്ലല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആരും വിഷമിക്കണ്ട, ഞാൻ പോയി ഭക്ഷണം മേടിച്ചുകൊണ്ടും വരാമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയും, എന്തിനാ മേടിക്കുന്നത്, സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടും വാ, ഇവിടെ ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട്, സച്ചിയേട്ടാ പോയി മേടിച്ചുകൊണ്ടും ഞാൻ ഉണ്ടാക്കാമെന്ന് പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല രേവതി, ഇത് നമ്മുടെ വീടല്ല, അത് മാത്രമല്ല നീ ഇപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ ഇവിടെയുള്ള പലരും അത് മുതലാക്കും, അതൊന്നും വേണ്ട, നീ റെസ്റ്റ് എടുത്തു, ഞാൻ പോയി ഫുഡ് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി പോവാണ്. പിന്നെ കാണിക്കുന്നത് ബാങ്കിൽ നിന്നും 2 പേര് വരുവാണ്. സുധി ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇവർ വരുവാണ്. അപ്പോൾ സുധി അവരെ അകത്തോട്ടൊക്കെ കയറി വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പേപ്പേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം നോക്കിയിട്ട് അവർ പറയുന്നുണ്ട് 2,70,00,000 ഒന്നും തരാൻ പറ്റത്തില്ല ഈ വീടിന്, ഒരു 2 കോടി ലോണ് തരാമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഈ വീടിൻ്റെ മതിപ്പ് 5 കോടി രൂപയാണ്, അപ്പോൾ പിന്നെ ഒരു 2.5 കോടിയെങ്കിലും കൊടുത്തൂടെ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാങ്കുകാർ പറയുന്നുണ്ട് 2 കോടി ഈസി ആയിട്ട് അപ്രൂവൽ ആവും, നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ ചെയ്യാമെന്നൊക്കെ പറയുവാണ്. സുധി സംസാരിക്കും, ഒരു 2.5 ആക്കിത്താന്ന് പറയുമ്പോഴും അവർ കേൾക്കുന്നില്ല, 2 കോടിയെ തരാൻ പറ്റുള്ളൂ എന്ന് പറയുവാണ്. അപ്പോൾ സുധി എന്നാൽ ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ബാങ്കുകാരെ പറഞ്ഞു വിടുവാണ്. അപ്പോൾ ശ്രീകാന്ത് ഈ ടൈമിൽ വർഷയോട് ചോദിക്കുന്നുണ്ട്, വർഷ നിനക്ക് എന്നോട് ദേഷ്യം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുവാണ്. അപ്പോൾ വർഷ പറയും, എന്തിനാ ശ്രീകാന്ത്, അല്ല എൻ്റെ ചേട്ടൻ സ്വന്തമായിട്ട് ഷോറൂം വീട് എല്ലാം മേടിച്ചു, എന്നെക്കൊണ്ടൊരു റെസ്റ്റോറൻറ്റ് പോലും തുടങ്ങാൻ പറ്റുന്നില്ലല്ലോ, നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുവാണ്. അപ്പോൾ വർഷ പറയുന്നുണ്ട്, എൻ്റെ ശ്രീകാന്ത് എനിക്കൊരു ദേഷ്യമില്ല, നിന്റെ ടാലൻറ്റ് നീ ഉടനെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുമെന്ന് എനിക്ക് ഉറപ്പാണ്, പിന്നെ ഇതുപോലത്തെ വീടൊന്നും എനിക്ക് വേണ്ട, എനിക്ക് നമ്മൾ ഫാമിലി ആയിട്ട് അവിടെ നിൽക്കുന്നത് തന്നെയാണ് ഇഷ്ടം, എനിക്ക് എൻ്റെ കൂടെ രേവതി ചേച്ചിയും അച്ഛനും ആൻറ്റിയും എല്ലാവരും വേണം എന്നൊക്കെ പറയുമ്പോൾ ശ്രീകാന്തിന് സന്തോഷമാവുന്നുണ്ട്. ബാങ്കുകാർ പോകുമ്പോഴേക്കും സുധിയോട് ചോദിക്കുന്നുണ്ട്, സുധി ബാക്കി 70 ലക്ഷത്തിന് ഞങ്ങൾ എന്ത് ചെയ്യും, 2 കോടിയല്ലേ ബാങ്കിൽ നിന്നും കിട്ടത്തുള്ളൂ എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്, വാ നമുക്ക് സംസാരിക്കാം, അകത്ത് കയറി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും കൂട്ടി അകത്തോട്ട് പോവാണ്. അപ്പോൾ ഈ ടൈമിൽ സച്ചി ഫുഡൊക്കെ മേടിച്ച് വരുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, എനിക്ക് അച്ഛനോട് മാത്രമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്, എല്ലാവരും കുറച്ച് നേരം പുറത്ത് നിൽക്കുമെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, അവരെന്തിനാ പുറത്ത് നിൽക്കുന്നത്, അവരിവിടെ തന്നെ നിൽക്കട്ടെ, നമ്മളൊരു കുടുംബമല്ലേ, കുടുംബത്തിൽ അറിയാത്ത ആർക്കും രഹസ്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല, നീ എല്ലാവരുടെ മുമ്പിലും വെച്ച് തന്നെ അത് പറഞ്ഞോ, അവരെ മാറ്റി നിർത്തണ്ടെന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അച്ഛാ ബാങ്കുകാർ പറഞ്ഞത് അച്ഛനും കേട്ടതല്ലേ, ബാങ്കിൽ നിന്നും 2 കോടിയേ കിട്ടത്തുള്ളൂ, ബാക്കി 70 ലക്ഷത്തിന് ഞാൻ എന്ത് ചെയ്യും അച്ഛാ, അച്ഛനെ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കാനാടാ, എൻ്റെ കയ്യിൽ എവിടെ നീ 70 ലക്ഷം ഇരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, അച്ഛാ ആ വീട്ടിൽ എനിക്കും അവകാശമില്ലേ, അപ്പോൾ എൻ്റെ ഷെയർ എനിക്ക് വേണോ അച്ഛാ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും രവീന്ദ്രനും ഇങ്ങനെ ഞെട്ടിത്തരിച്ച് സുധിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആരും ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ സുധി പറയുന്നുണ്ട്, ആ വീട് വിറ്റിട്ട് എൻ്റെ ഷെയർ എനിക്ക് താച്ച, എനിക്കൊരു 70 ലക്ഷം എന്തായാലും വേണമെന്ന് സുധി പറയുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.